ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമാവുന്ന ഒന്നാണ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഗ്യാസ് സിലിണ്ടറിനുള്ളിൽ എത്രത്തോളം ഗ്യാസ് ഉണ്ടെന്ന് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം, അതുപോലെ തന്നെ റെഗുലേറ്റർ എങ്ങനെ കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്യാം, ഗ്യാസ് സിലിണ്ടറിൻ്റെ ഡ്യൂ ഡേറ്റ് എങ്ങനെയാണ് കാണുന്നത്, ഒപ്പം തന്നെ ഗ്യാസ് സേവ് ചെയ്യാനുള്ള കുറച്ച് ടിപ്പുകളൊക്കെ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തീർച്ചയായും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമാവും. അപ്പോൾ നിങ്ങൾ മൊത്തമായിട്ട് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. സപ്പോർട്ട് ചെയ്യാനായിട്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം ഇഷ്ടപ്പെടുകയാണ് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാനും ഒക്കെ മറക്കില്ലല്ലോ. കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ തീർച്ചയായിട്ടും ഒന്ന് ഷെയർ ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ നമുക്ക് ഗ്യാസ് സിലിണ്ടറിനുള്ളിൽ എത്രത്തോളം ഗ്യാസ് ഉണ്ടെന്ന് എങ്ങനെ ചെക്ക് ചെയ്യുമെന്ന് നോക്കാം. ഞാനിവിടെ അതിനായിട്ട് എടുത്തിരിക്കുന്നത് സീല് പൊട്ടിക്കാത്ത ഒരു സിലിണ്ടറും അതുപോലെ തന്നെ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിലിണ്ടറുമാണ്. നമുക്കിത് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നതെന്നൊന്ന് നോക്കാം. ഗ്യാസ് സിലിണ്ടറിനുള്ളിൽ എത്രത്തോളം ഗ്യാസ് ഉണ്ടെന്ന് മനസ്സിലാക്കാനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇതുപോലെ ഒരു ഗ്ലാസ് വെള്ളവും പിന്നെ ഒരു കോട്ടൻ്റെ തുണിയുമാണ്. നമുക്ക് ആ കോട്ടൻ്റെ തുണി വെള്ളത്തിലിട്ട് ഇതുപോലൊന്ന് നല്ല പോലെ ഒന്ന് പിഴിഞ്ഞെടുക്കണം. അതിനുശേഷം ആ കോട്ടൻ്റെ തുണി ഉപയോഗിച്ച് നമ്മുടെ ഗ്യാസ് സിലിണ്ടറിൽ നല്ലതുപോലെ ഒന്ന് തുടച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ നമുക്ക് 2 സിലിണ്ടറും നല്ലതുപോലെ ഒന്ന് തുടച്ചെടുക്കണം. ഈ വീഡിയോയിൽ കാണുന്നത് പോലെ നമ്മൾ പിഴിഞ്ഞെടുത്ത കോട്ടൻ്റെ തുണി ഉപയോഗിച്ച് ഗ്യാസ് സിലിണ്ടറിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇങ്ങനെയൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം കുറച്ച് സമയം നമ്മളൊന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സിലിണ്ടറിനുള്ളിൽ എത്രത്തോളം ഗ്യാസ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അതെങ്ങനെയാണ് മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ കുറച്ച് സമയം കഴിയുമ്പോഴേക്കും ഗ്യാസ് ഇല്ലാത്ത അത്രയും ഭാഗത്ത് നമ്മൾ ആ വെള്ളത്തിൻ്റെ നനവ് മാഞ്ഞു പോകും. അങ്ങനെ ആ വെള്ളത്തിൻ്റെ ഭാഗം മാഞ്ഞു പോകാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഗ്യാസ് ഇല്ലാത്ത ഭാഗം എപ്പോഴും നല്ല ചൂടായിരിക്കുകയും നമ്മൾ ആ തേച്ച വെള്ളം പെട്ടെന്ന് തന്നെ വലിഞ്ഞു പോവുകയും ചെയ്യും. അതേസമയം ഗ്യാസ് എത്രത്തോളം ഉണ്ടോ ആ ഒരു ഭാഗം എപ്പോഴും നല്ല തണുത്ത് കൂളായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ആ തേച്ച വെള്ളം കുറച്ചധികം നേരത്തേക്ക് ആ ഒരു നനവ് അതുപോലെ തന്നെ അവിടെ ഉണ്ടാവും. ഇപ്പം നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഞാൻ ഉപയോഗിച്ചു കൊണ്ടിരുന്ന ആ ഗ്യാസ് സിലിണ്ടറിൽ പാതിയോളം ഭാഗത്ത് നമ്മൾ തേച്ച വെള്ളം മാഞ്ഞു പോയിട്ടുണ്ട്. അതിനർത്ഥം അത്രത്തോളം ഗ്യാസ് തീർന്നിട്ടുണ്ടെന്നാണ്. അതേസമയം താഴ്ഭാഗത്ത് കുറച്ച് ഭാഗം മാത്രം ആ ഒരു വെള്ളത്തിൻ്റെ നനവ് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അത്രത്തോളം മാത്രമേ ആ കുറ്റിക്കുള്ളിൽ ഗ്യാസ് ഉള്ളൂ. അതേസമയം നമ്മൾ പൊട്ടിക്കാത്ത കുറ്റി നോക്കുകയാണെങ്കിൽ നമ്മൾ തേച്ച ആ വെള്ളത്തിൻ്റെ നനവ് അതുപോലെ തന്നെയുണ്ട്. ഈ ഒരു രീതിയിൽ നമുക്ക് ഗ്യാസ് സിലിണ്ടറിനുള്ളിൽ എത്രത്തോളം ഗ്യാസ് ഉണ്ടെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. 5 മിനിറ്റിൽ കൂടുതൽ ഈ ഒരു നനവ് നിൽക്കില്ല കേട്ടോ. അതിനു മുമ്പ് തന്നെ നമ്മളിത് ചെക്ക് ചെയ്യണം. അപ്പം തീർച്ചയായിട്ടും ഈ ഒരു അറിവ് ഒരു സിലിണ്ടർ ഉള്ളവർക്ക് ഉപകാരപ്രദമാകുമെന്ന് ഞാൻ കരുതുന്നു. അപ്പം നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് അറിയിക്കണേ. ഇനി നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോകാം. അടുത്തത് നമ്മുടെ ഗ്യാസ് സിലിണ്ടറിൻ്റെ ഡ്യൂ ഡേറ്റ് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നതെന്നുള്ളതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു അറിവ് പുതുതായിരുന്നു. അതുകൊണ്ടാണ് ഞാനിത് ഷെയർ ചെയ്യുന്നത്. ഒരുമാതിരിപ്പെട്ട ആളുകൾക്കൊക്കെ ഇതറിയാമായിരിക്കാം. അത് കണക്കാക്കുന്നത് നമ്മുടെ ഗ്യാസ് സിലിണ്ടറിൻ്റെ ഉള്ളിൽ എല്ലാ ഗ്യാസ് സിലിണ്ടറിലും ഇതുപോലെ ഒരു ആൽഫബറ്റും അതുപോലെ തന്നെ ഒരു 2 ഡിജിറ്റും നമുക്ക് കാണാനായിട്ട് പറ്റും. അത് നോക്കിയാണ് നമ്മൾ ഇതിൻ്റെ ഡ്യൂ ഡേറ്റ് മനസ്സിലാക്കുന്നത്. A represent first quarter Jan to March, B April to June, C July to September, D October to December. അതായത് ആൽഫബറ്റുകൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് മാസത്തെയും 2 ഡിജിറ്റ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇയറിനെയുമാണ്. ഈ ഒരു രീതിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഗ്യാസ് സിലിണ്ടറിൻ്റെ ഡ്യൂ ഡേറ്റ് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഇൻഫർമേഷൻ ഇഷ്ടപ്പെട്ടുവെങ്കിൽ അതും ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കില്ലല്ലോ. അടുത്തത് നമുക്ക് ഗ്യാസ് സിലിണ്ടറിൽ റെഗുലേറ്റർ എങ്ങനെ കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാൻ ഇതിനു മുമ്പ് ബർണർ ക്ലീൻ ചെയ്യുന്ന ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. അന്ന് ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ് എങ്ങനെയാണ് റെഗുലേറ്റർ കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്യുന്നതെന്നുള്ളൊരു വീഡിയോ ഇടുമോ എന്നുള്ളത്. അവർക്കൊക്കെ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ. അതിനായിട്ട് നമുക്കിത് ആദ്യം അതിൻ്റെ സീലിംഗ് ഒരു ഇരുമ്പോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. ഇപ്പം ഞാൻ സീലിംഗ് നല്ലതുപോലെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് അതിനുള്ളൊരു ടൊയിനും അതിൻ്റെ അറ്റത്ത് ഒരു മെറ്റലിൻ്റെ ഒരു ഹൂക്ക് പോലൊരു ഭാഗവും കാണാനായിട്ട് പറ്റും. ഈ ഒരു ടൊയിനിൽ പിടിച്ച് നല്ലതുപോലെ ഒന്ന് വലിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു മെറ്റൽ ഭാഗം ആ സീലിങ്ങിൽ നിന്ന് അടർന്നു വരികയും വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് അതിൽ നിന്ന് റെഗുലേറ്റർ ഫിറ്റ് ചെയ്യാനായിട്ടും പറ്റും. ഇപ്പം നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവും. ഈ ഒരു രീതിയിൽ നമുക്ക് ഗ്യാസ് സിലിണ്ടറിൻ്റെ സീലിംഗ് പൊട്ടിച്ചെടുക്കാവുന്നതാണ്.
ഇനി നമുക്ക് ഇതിലേക്ക് എങ്ങനെയാണ് റെഗുലേറ്റർ ഫിറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. റെഗുലേറ്റർ കറക്റ്റായിട്ടല്ല ഫിറ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഒരുപാട് ഗ്യാസ് നഷ്ടപ്പെടുന്നതാണ്. നമ്മൾ റെഗുലേറ്റർ ഫിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ആ ഒരു നോബ് താഴേക്ക് വരത്തക്ക രീതിയിൽ ഇങ്ങനെ ഒന്ന് ആക്കിയതിന് ശേഷം ഈ ഒരു താഴ്ഭാഗത്തുള്ള ഒരു ബേസിൻ ഭാഗം നല്ലതുപോലെ മുകളിലേക്ക് പ്രസ് ചെയ്യണം. നമ്മൾ ആ ഒരു നോബിൻ്റെ ഭാഗത്ത് കൊണ്ടുവന്നതിന് ശേഷം താഴ്ഭാഗത്തുള്ള ആ ബേസിൻ നല്ലതുപോലെ കൈ ഉപയോഗിച്ച് ഇങ്ങനെ മുകളിലേക്കൊന്ന് പ്രസ് ചെയ്തിട്ട് ആ ഹോളിലേക്ക് നമ്മുടെ റെഗുലേറ്റർ കയറ്റി ആ ഭാഗം ആ ബേസിൻ നമ്മൾ അങ്ങ് വിട്ടു കൊടുക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് തന്നെ നമുക്ക് റെഗുലേറ്റർ ഗ്യാസ് സിലിണ്ടറിനുള്ളിൽ ഫിറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി നമ്മൾ ഫിറ്റ് ചെയ്തത് കറക്റ്റാണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാനായിട്ടും പറ്റും. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ ആ റെഗുലേറ്റർ ഇങ്ങനെ കൈ ഉപയോഗിച്ചിട്ട് ഒന്ന് ഗ്യാസ് സിലിണ്ടർ ഉൾപ്പെടെ ഒന്ന് പൊക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ടാണ് ഫിറ്റ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഗ്യാസ് സിലിണ്ടറിൽ നിന്ന് റെഗുലേറ്റർ വിട്ട് വരികയില്ല. അതല്ലാന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ റെഗുലേറ്റർ സിലിണ്ടറിൽ നിന്ന് വിട്ടുവരും. അതുപോലെ തന്നെ നമ്മൾ റെഗുലേറ്റർ ഗ്യാസ് സിലിണ്ടറിലേക്ക് ഫിറ്റ് ചെയ്യുന്ന ടൈമിൽ കറക്റ്റായിട്ടാണ് ആ റെഗുലേറ്റർ ഫിറ്റ് ചെയ്തിട്ടുള്ളതെങ്കിൽ നമുക്കൊരു ടെക്കേന്നൊരു സൗണ്ട് കേൾക്കാനായിട്ട് പറ്റും. അപ്പം നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം. അടുത്ത ടിപ്പ് തീർച്ചയായും എല്ലാ വീട്ടമ്മമാർക്കും ഇഷ്ടപ്പെടുന്ന ഒന്നാണ്. ചില സന്ദർഭങ്ങളിൽ നമുക്ക് ഗ്യാസ് സിലിണ്ടർ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റേണ്ടതായി വരാറുണ്ട്. പ്രത്യേകിച്ചും ഡെലിവറി ബോയ് നമുക്ക് ഗ്യാസ് സിലിണ്ടറൊക്കെ തന്നിട്ട് പോകുന്ന ടൈമിൽ നമുക്ക് ഈ സിലിണ്ടർ അടുക്കളയിൽ കൊണ്ടുവെക്കാനായിട്ട് ശരിക്കും ബുദ്ധിമുട്ടാണ്. അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ ഇതുപോലെ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുള്ള ഒരു ചവിട്ടി ഉണ്ടെങ്കിൽ അതിന് മുകളിലേക്ക് ഈ സിലിണ്ടർ വെച്ചിട്ട് നമുക്കൊന്ന് വലിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് കിച്ചണിലേക്കോ മറ്റേത് ഭാഗത്തേക്കായാലും സിലിണ്ടർ ഒട്ടും തന്നെ ആയാസമില്ലാതെ മാറ്റാനായിട്ട് പറ്റും. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ടൈലിന് മുകളിൽ പോറലൊന്നും വരികയില്ല. അതല്ല നമ്മളിങ്ങനെ കൈയിൽ ഉപയോഗിച്ചിട്ട് വലിച്ചുകൊണ്ട് പോകുമ്പം ടൈലിന് മുകളിലൊക്കെ പോറൽ വരികയും പിന്നെ ആ ഭാഗമൊക്കെ ക്ലീൻ ചെയ്യാനും നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പം നിങ്ങൾ ഈ ഒരു ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് ഗ്യാസ് സേവ് ചെയ്യാനുള്ള കുറച്ച് ടിപ്പുകൾ കൂടി നോക്കാം. അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ബർണർ മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ്. ബർണർ ക്ലീൻ ചെയ്യുന്നൊരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഗ്യാസ് ലാഭിക്കാനുള്ള അടുത്ത മാർഗ്ഗമാണ് നമ്മൾ അരി വേവിക്കുന്ന ടൈമിൽ ഇതുപോലെ മുട്ടയോ അതുപോലെ തന്നെ നേന്ത്രപ്പഴമോ ഒക്കെ പുഴുങ്ങാനുണ്ടെങ്കിൽ ഇങ്ങനെ ചെറിയൊരു പാത്രത്തിലാക്കിയിട്ട് നമ്മൾ അരി വേവിക്കുന്ന ആ ഒരു കലത്തിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ അരി വെന്ത് വരുന്ന ടൈം കൊണ്ട് തന്നെ നമ്മുടെ മുട്ട നല്ലതുപോലെ പുഴുങ്ങിക്കിട്ടും. അതല്ല നേന്ത്രപ്പഴമോ ഉരുളൻകിഴങ്ങോ ഒക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനായിട്ട് പുഴുങ്ങിയെടുക്കണമെങ്കിൽ അതിനായിട്ട് നമുക്ക് വേറൊരു അടുപ്പ് കത്തിക്കേണ്ടതിൻ്റെ ആവശ്യമില്ല. ഈ ഒരു രീതിയിൽ ആ ഒരു അരിക്കുള്ളിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അരി വെന്ത് വരുന്ന ടൈം കൊണ്ട് തന്നെ ഇതും നമുക്ക് കുക്കായിട്ട് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് കുടിക്കാനുള്ള വെള്ളവും ഇതുപോലെ അരി വേവിക്കുന്ന കലത്തിന് മുകളിൽ ഒരു പാത്രത്തിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ അരി വെന്ത് വരുന്ന ടൈം കൊണ്ട് തന്നെ ഈ വെള്ളവും തിളച്ച് വരും. ഈ ഒരു വെള്ളം നമുക്ക് കറി ഒക്കെ തയ്യാറാക്കുന്ന ടൈമിൽ ഉപയോഗിക്കാം. അതുപോലെ തന്നെ ചായ തിളപ്പിക്കാനായിട്ട് ഉപയോഗിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ കുടിക്കാനായിട്ടൊക്കെ ഉപയോഗിക്കാം. ആ ഒരു രീതിയിൽ നമുക്ക് ഗ്യാസ് സേവ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മുടെ അരി വെന്ത് വന്ന ടൈമിൽ തന്നെ നമ്മുടെ വെള്ളവും നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഈ അരിക്കുള്ളിലിട്ട മുട്ട വെന്ത് വന്നിട്ടുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം. ഇതൊക്കെ വളരെ സിമ്പിൾ ടിപ്പാണെന്ന് നമുക്ക് തോന്നുമെങ്കിലും ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഗ്യാസ് കുറച്ചധിക കാലം ഉപയോഗിക്കാനായിട്ട് പറ്റും. നമ്മുടെ മുട്ട നല്ലതുപോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ടാവും. ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുകയാണെങ്കിൽ ഇപ്പം നിങ്ങൾ ഓപ്പൺ ചെയ്ത് നോക്കിയാൽ തന്നെ മനസ്സിലാവും മുട്ട പൊട്ടിയൊക്കെ വന്നിട്ടുണ്ട്. അതിനർത്ഥം നമ്മുടെ മുട്ട നല്ലതുപോലെ പുഴുങ്ങി കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ സാമ്പാർ തയ്യാറാക്കുന്ന ടൈമിൽ നമുക്ക് ഇത്തരത്തിലുള്ള ടിപ്പ് ഉപയോഗിക്കുകയാണെങ്കിൽ ഗ്യാസ് സേവ് ചെയ്യാനായിട്ട് പറ്റും. സാധാരണ നമ്മുടെ ആ സാമ്പാർ പരിപ്പ് വേവാനായിട്ട് കുറേ അധികം ടൈം വേണ്ടി വരും. അത്രത്തോളം ടൈം നമുക്ക് പച്ചക്കറികൾ വേവാനായിട്ട് വേണ്ടതില്ല. അപ്പം നമ്മൾ ഇതുപോലൊരു പാത്രത്തിനുള്ളിലേക്ക് കുറച്ച് കട്ടിയുള്ള പച്ചക്കറികളൊക്കെ ഇങ്ങനെ അരിഞ്ഞ് ഇട്ട് കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ പരിപ്പ് വെന്ത് വരുന്ന ആ ഒരു ടൈമിൽ തന്നെ നമ്മുടെ കഷ്ണങ്ങൾ നല്ലതുപോലെ വെന്ത് കിട്ടുന്നതാണ്. അതേസമയം കഷ്ണങ്ങൾ വെന്ത് ഉടഞ്ഞു പോവുകയുമില്ല. ഞാൻ ഒട്ടുമിക്ക ആളുകൾ സാമ്പാർ തയ്യാറാക്കുന്ന കണ്ടിരിക്കുന്നത് പരിപ്പ് ആദ്യം വേവിച്ചതിന് ശേഷം പിന്നീട് പച്ചക്കറികൾ കുക്കറിലിട്ട് വേവിച്ചെടുക്കുകയാണ്. അതിൻ്റെ ഒരു ആവശ്യകതയുമില്ല. ഇതുപോലെ വേവിച്ചെടുക്കുകയാണെങ്കിൽ പരിപ്പ് വെന്ത് വരുന്ന ടൈമിൽ തന്നെ നമ്മുടെ പച്ചക്കറിയും റെഡിയായി കിട്ടും. അതുമാത്രമല്ല ഇങ്ങനെ വേവിക്കുകയാണെങ്കിൽ പരിപ്പ് വെന്ത് വിസിൽ വരുമ്പോൾ അത് ചീറ്റി തെറിച്ച് പുറത്തേക്ക് പോവുകയുമില്ല. അപ്പം നിങ്ങൾക്ക് ഇതറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇപ്പം നോക്കിയാൽ നമ്മുടെ പരിപ്പ് പൂ പോലെ വെന്ത് വന്നിട്ടുണ്ട്. അതേസമയം തന്നെ നമ്മുടെ സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ നമുക്ക് ഈ ഒരു രീതിയിൽ വേവിച്ചെടുക്കാനായിട്ട് പറ്റും. നമ്മുടെ കഷ്ണങ്ങളൊന്നും വെന്തുടഞ്ഞ് പോയിട്ടൊന്നുമില്ല. നല്ലതുപോലെ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു കഷ്ണങ്ങൾ സാമ്പാർ പരിപ്പിലേക്ക് ഇട്ട് കൊടുത്ത് ബാക്കി മസാലകളും പുളിവെള്ളവും ഒക്കെ ചേർത്തിട്ട് നമുക്ക് സാമ്പാർ തയ്യാറാക്കിയെടുക്കാവുന്നതാണ്.
അതുപോലെ തന്നെ നമ്മൾ കുക്ക് ചെയ്യുന്ന ടൈമിൽ എല്ലാ മസാലകളും ഗ്യാസ് സ്റ്റൗവിനടുത്ത് വെച്ചിട്ട് കുക്ക് ചെയ്യുകയാണ് എങ്കിൽ ഒരു പരിധിവരെയൊക്കെ നമുക്ക് ഗ്യാസിൻ്റെ ഉപയോഗം കുറയ്ക്കാനായിട്ട് പറ്റും. ഇതൊക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ടിപ്പുകളാണ് എങ്കിൽ തീർച്ചയായും അടുത്ത ടൈമിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. ഇനി അടുത്ത ടിപ്പ് വന്നിട്ട് ഗ്യാസിൻ്റെ ബർണർ ക്ലീൻ ചെയ്യുന്നത് പോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് ലൈറ്റർ ക്ലീൻ ചെയ്തെടുക്കുന്നത്. ഒട്ടുമിക്ക ആളുകളും ലൈറ്റർ ക്ലീൻ ചെയ്തെടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അതിനായിട്ട് നമുക്ക് വേണ്ടത് ഇതുപോലൊരു ഇയർബഡ്സ് ആണ്. ഈ ഇയർബഡ്സ് ഈ ഒരു ഹോളിലേക്ക് ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുത്ത് ഒന്ന് കറക്കിയെടുക്കുകയാണെങ്കിൽ ഇതിനുള്ളിലുള്ള അഴുക്കുകളൊക്കെ തന്നെ പെട്ടെന്ന് പോയി കിട്ടും. അതുപോലെ തന്നെ ഈ ലൈറ്റർ നമുക്ക് കുറച്ചധിക കാലം ഉപയോഗിക്കാനായിട്ടും പറ്റും. ഇങ്ങനെ ലൈറ്റർ ക്ലീൻ ചെയ്തെടുക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് കത്താനും ഇത് സഹായിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ ടിപ്പുകളാണുള്ളത്. തീർച്ചയായും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെന്നും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നും ഞാൻ കരുതുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കില്ലല്ലോ. അതുമാത്രമല്ല ഞാനിടുന്ന വീഡിയോസുകളൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.